ഇന്ന് KFCയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ബ്രോസ്റ്റർ ഉണ്ടാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 1/4 കഷ്ണം ഉള്ളിയും 4 വെളുത്തുള്ളിയുടെ അല്ലിയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചിക്കന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു മീഡിയം സ്ലൈസിൽ കട്ട് ചെയ്തതാണ്. നമുക്ക് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ്ചറും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ട സാധനങ്ങൾ ചെയ്യാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഈ മൈദ മിക്സ്ചറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാ വശവും നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ ആ എഗ് മിക്സ്ചറിൽ മുക്കിയെടുത്തിട്ട് ഒന്നുകൂടെ മൈദ മിക്സ്ചറിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് പിഞ്ച് ചെയ്തും കൊണ്ട്, അതായത് നുള്ളി ആ സ്കിന്ന് വലിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ മൈദ മിക്സ്ചറിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ആ ഫ്ലേക്കിനെസ്, ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. തീ അധികം കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ അകം വേവാതെ പുറം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാ വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓരോ വശവും മറിച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ നല്ല ഗോൾഡൻ കളറും നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചവരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് റെസിപ്പി വാങ്ങിയിട്ടേ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്